ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ബൈബിൾ കഥാപാത്രങ്ങൾ അവർ ഏതൊക്കെ രീതികളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ എന്ന ന്യായാധിപൻ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന്, പരിശുദ്ധാത്മ കൃപയിൽ നിലനിൽക്കുന്നതിന് ദൈവം അടിസ്ഥാനമായിട്ട് കണ്ടീഷൻ ഇട്ട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അത് മറ്റൊന്നല്ല, ഒരു വ്രതമാണ്. അപ്പോൾ ചില ദൈവം ആഗ്രഹിക്കുന്ന വ്രതങ്ങൾ അത് നേർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയാനുമായിട്ട് സാധിക്കും എന്നാണ് ഈ സാംസൺ എന്ന ബൈബിൾ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുക. എന്താണ് സാംസന്റെ കഥ? നാം കാണുന്നു, സാംസൺ ജനിക്കുന്നതിന് മുമ്പേ സാംസന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നൽകാൻ തീരുമാനിച്ച ദൈവം സാംസന്റെ മാതാപിതാക്കന്മാരോട് ഒരു കണ്ടീഷൻ പറയുകയാണ്, ഒരു വ്യവസ്ഥ പറയുവാണ്. എന്താണ് വ്യവസ്ഥ? ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ വാക്യങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. അവൻ ജന്മം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അപ്പോൾ ഈ സാംസനെ കുറിച്ച് പറയുന്ന സാംസൺ പാലിക്കേണ്ട വ്യവസ്ഥ എന്താണ്? നാസീർ വ്രതമാണ്. മുടി വെട്ടാൻ പാടില്ല. അങ്ങനെ സാംസൺ ഈ വ്രതം പാലിച്ചിരുന്ന സമയത്ത് മുഴുവനും അവൻ്റെ മേലെ കർത്താവിൻ്റെ വലിയ ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നു 24 മുതൽ വാക്യങ്ങൾ. അവൻ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവിനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനോദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവന് പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവന് നിറഞ്ഞു. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി എപ്പോഴാണ് ഈ ആത്മാവ് അവനെ വിട്ടുപോകുന്നത്? നാം കാണുന്നു, ഈ നാസീർ വ്രതം പാലിക്കേണ്ട സാംസൺ എപ്പോൾ തെറ്റിച്ചോ, അവൻ സ്വന്തമായിട്ടുള്ള തെറ്റിക്കുക, മറിച്ച് ഇത് തെറ്റിക്കപ്പെടാനുള്ള സാഹചര്യത്തിൽ അവൻ വഴങ്ങി കൊടുക്കുകയാണ്. വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടും ദലീല എന്ന് പറയുന്ന അവൻ്റെ കാമുകിയൊത്ത് അവൻ മദ്യപിച്ചു കിടക്കുകയും ഒപ്പം തന്നെ തൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം കർത്താവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ആരോടും പറയുന്ന പറക്കണേ, ആ വ്യവസ്ഥ ഈ പെണ്ണിനോട് പറയുകയും അവൾ ഇവൻ്റെ തലയിൽ നിന്ന് മുടി മുഴുവൻ മുറിച്ചു കളയുകയും അടിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? വ്രതം എപ്പോൾ തെറ്റിച്ചോ അപ്പോൾ അവൻ്റെ മേൽ വന്ന കർത്താവിൻ്റെ വലിയ അഭിഷേകം നഷ്ടമായി. എന്താ വചനം പറയുവാണ്? 16-ാമത്തെ അധ്യായം 20 മുതൽ വാക്യങ്ങൾ. അവൾ പറഞ്ഞു, സാംസൺ ഫിലിസ്ത്യൻ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണ്ടെന്ന് പറഞ്ഞു, മറ്റവസരങ്ങൾ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വന്തമാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പോൾ കർത്താവ് അവനെ വിട്ടുപോയി. അങ്ങനെ കർത്താവ് വിട്ടുപോയി. തൊട്ട് മുമ്പത്തുള്ള വാക്യം വചനം പറയാണ്, അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി, ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അപ്പോൾ ഈ കർത്താവ് പാലിക്കാൻ പറഞ്ഞ വ്യവസ്ഥ, വ്രതം, അത് തെറ്റിയപ്പോൾ കർത്താവ് അവനെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മോട് പാലിക്കുന്ന ചില വ്രതങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, അതിനോട് വിശ്വസ്തത നമുക്ക് പുലർത്താം. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നിസാര കാര്യങ്ങൾക്ക് പല വ്രതങ്ങളും നേർച്ചകളും നേരും, എന്നിട്ടത് പാലിക്കുകയില്ല. അങ്ങനത്തെ ഒരു ദുശീലം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അത് പാടെ ഉപേക്ഷിക്കാം. ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിരിക്കണം. ഇനി അതല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ, ഒട്ടും പറ്റിയില്ലെങ്കിൽ വിടുതൽ സ്വീകരിക്കുകയും ചെയ്യണം. ഇനി നേർച്ച നേരുന്നതിന് മുമ്പ് ആലോചിക്കണം, ഇതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമല്ലോ എന്ന്. പൂർത്തിയാക്കാൻ പറ്റാത്തതാണെങ്കിൽ ചുമ്മാ നേരരുത്. കർത്താവിനെ കബളിപ്പിക്കാൻ നോക്കരുത്. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.